ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഓറഞ്ച് കേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. അതിൽ ഞാനിവിടെ 1/4 സ്പൂണാണ്, അതായത് 4/1 ബേക്കിംഗ് പൗഡർ ഇടുന്നത്. അതുപോലെ തന്നെ 4/1 ബേക്കിംഗ് സോഡ ഇടുന്നത്. വളരെ കുറച്ചാണ് ഞാനിവിടെ ബേക്കിംഗ് പൗഡറും. ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 വട്ടം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അത്രയും മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് 2 വട്ടം അരിച്ചെടുക്കാം. ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിക്കൊണ്ട് ഇനി ഓറഞ്ച് ജ്യൂസിന്റെ ആവശ്യമുണ്ട് നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. സാധാ ഓറഞ്ചാണ്. അത് നമ്മൾ ഇനി കട്ട് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കണം. നടുക്കൂടി ഇങ്ങനെ ഞാൻ പുളത്തുക. എന്നിട്ട് ഈ അരിയൊക്കെ അങ്ങ് മാറ്റണം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ജ്യൂസ് എടുക്കാം. ഞാൻ ജ്യൂസറിന്റെ ജാറിലിട്ടാണ് ജ്യൂസ് എടുക്കുന്നത്. ഈ അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ പുളത്തിയിട്ടാൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണം. ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഓറഞ്ചിന്റെ തൊലി വേണം. അതിങ്ങനെ ചെറുതായിട്ട് ഇതിന്റെ പുറത്തുകൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ല ക്രഷ് ചെയ്തെടുക്കുക. ഈ വെള്ളം വരാത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വേണ്ട, വെള്ളം ഇട്ടും വന്നിട്ടില്ല. അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ പഞ്ചാരയൊക്കെ പൊടിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല വെള്ളം ഇട്ടും വരാതെ ചെത്തിയെടുക്കുക. ഞാനിവിടെ ജ്യൂസറിൽ ആ ഓറഞ്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് അരിച്ചെടുക്കാനായിട്ട് പോവാം. ഇതിലോട്ട് ഒഴിക്കാൻ എളുപ്പം ഒന്ന് അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തു. അതിലേക്ക് ഇനി ഇടേണ്ടത് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രഷ് മുട്ടയാണ്. 2 ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കും. ഇതിലേക്ക് ഇനി ഒരു 100 ml ഉള്ളൂ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏതെങ്കിലും മണമില്ലാത്ത എണ്ണ വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കേക്കിനും ആ മണം ഇങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഓറഞ്ചിന്റെ പുറത്തുനിന്ന് എടുത്തു വെച്ചാൽ തൊലി, അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഓറഞ്ച് കേക്കായതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. 1 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് പോവാണ്. മുട്ടയും എണ്ണയും പഞ്ചസാരയും കൂടെ അടിച്ചതാണ് ഇത്. ഇങ്ങോട്ട് ഒഴിക്കുക ഒരു ബൗളിലോട്ട്. എനിക്ക് 2 ഓറഞ്ച് ജ്യൂസ് അടിച്ചപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടി. ഞാൻ എൻ്റെ ഒരു പകുതി പാകം ഒഴിക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ട് അരിച്ചു വെച്ച മൈദ ഇങ്ങോട്ട് ഇടുക പകുതി. ഞാനിവിടെ വളരെ കുറച്ചാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാവരും ഇടുന്നത് കൂടുതൽ. ഞാനിവിടെ അതിന് പകരമാണ് ഒരു 10 മിനിറ്റ് വെക്കുന്നത്. ഈ ബാക്കിയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ആ 1 സ്പൂൺ ഇടുന്ന 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്ന അത്രയും തന്നെ സോഫ്റ്റ്നെസ് ഇങ്ങനെ 10 മിനിറ്റ് വെച്ചാൽ നമ്മുടെ കേക്കിന് കിട്ടും. ഒരു ശകലം കൂടെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. സൂക്ഷിച്ച് ഒഴിക്കണം, അതായത് ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ലല്ലോ. ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല. ഈ ഓറഞ്ചിന്റെ തൊലി അരച്ചത് കളറും ജ്യൂസിന്റെ കളറും അല്ലാതെ ഒരു കളറും ഇല്ല. ഞാനിവിടെ ഇങ്ങനെ ഒരു കെമിക്കലും, അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തന്നെ എത്രത്തോളം കുറച്ചാണ് ഉണ്ടാക്കുന്നത്.
ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷമോ, കളർ ചേർക്കുന്നതും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം. ഇനി ഞാനിവിടെ ഈ വാട്ടർ 10 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഇന്നിവിടെ ചരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ ചരുവത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ എന്ന് വെച്ചാൽ ഒരു അലൂമിനിയത്തിന്റെ ഒരു ഇതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ദോശക്കല്ല് വെച്ചാലും മതി. പിന്നെ ചരുവ എന്ന് പറഞ്ഞാൽ സാധാ ചരുവ, അല്ലാതെ വലിയ കനമുള്ള ചരുവൊന്നുമില്ല, സാധാരണ ഒരു ചരുവ. ചരുവത്തിന്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അല്പം പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് 10 മിനിറ്റ് ചൂടാക്കാൻ ഉടനെ തന്നെ വെക്കുകയാണ്. ബാറ്റർ തയ്യാറാക്കി ഉടനെ തന്നെ ഇത് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് വേണം ബാറ്റർ നമ്മൾ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാനായിക്കൊണ്ട്. ഞാനിത് ഉടനെ തന്നെ നമ്മുടെ ചെറിയ ബർണറുള്ള സ്റ്റൗവിൽ വെക്കുകയാണ്, ഫുൾ തീയിൽ. അത് കഴിഞ്ഞ് ബാറ്റർ ഒഴിക്കുന്നത് കാണിക്കാം. ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് 10 മിനിറ്റായി. ഒന്ന് മിക്സ് ചെയ്ത് കേക്കിന്റെ ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. കേക്കിന്റെ ടിന്നിൽ ഞാനിവിടെ നെയ്യാണ് പറ്റുന്നത്, അതുകൊണ്ടാണ് ആദ്യം പിടിക്കുന്നില്ല. ഓയിൽ പട്ടിയെ കുറച്ചുകൂടെ പിടിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. രണ്ടു വട്ടം ഇങ്ങനെ തട്ടണം. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുക. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇതിപ്പോ ചൂടായിക്കൊണ്ടിരിക്കാൻ നല്ല ചൂടാണ്, അതുകൊണ്ട് കൈ പൊള്ളാതൊക്കെ സൂക്ഷിച്ചെടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ഒരു പക്കറിന് പിടിച്ചാണ് അങ്ങോട്ട് വെക്കുന്നത്, കൈ പൊള്ളരുത്, ചൂടാണ്. ചരുവത്തിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് 30 മിനിറ്റ് ഇങ്ങനെ ചെറിയ ബർണറുള്ള സ്റ്റൗവില് ഫുൾ തീയിലാണ് ഞാൻ വെക്കുന്നത്. എന്നെങ്കിലേ കേക്ക് നന്നായിട്ടുണ്ടായി വരത്തുള്ളൂ. തീരെ തീ കുറച്ചിട്ടാൽ കേക്ക് ഒരിക്കലും നന്നാകത്തില്ല. അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 40 മിനിറ്റ് കേക്ക് ഓവനിൽ വെക്കുമ്പോഴാണ് കേക്ക് നന്നാകുന്നത്. ആ ഒരു ടെസ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാൻ ഫുൾ തീ തന്നെ ചെറിയ ബർണറിൽ 30 മിനിറ്റ് വെക്കുന്നു. അതിനുശേഷം തീ കുറച്ചിട്ട് കേക്ക് വേവിച്ചെടുക്കുന്നു. അതായത് ഒരു 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയായിട്ട് വെന്ത് കിട്ടും. അത് കുത്തി ഞാൻ കാണിക്കാം. 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 30 മിനിറ്റ് ആയതേ ഉള്ളൂ. കേക്കിന്റെ മണം വരുന്നു, അതുകൊണ്ടൊന്ന് തുറന്നു നോക്കുകയാണ്. കേക്ക് നോക്ക്. എപ്പോഴും സൈഡിൽ വേണം കുത്തി നോക്കാൻ. അതുകൊണ്ട് സൈഡെല്ലാം നല്ല ക്ലീൻ ആണ്. ഇനി നടുഭാഗം ഒന്ന് കുത്തി നോക്കാം. നടുഭാഗം കണ്ട വെന്ത് നല്ല ക്ലീൻ ആണ്. 30 മിനിറ്റ് ആയതേ ഉള്ളൂ. എങ്കിലും ഒരു നനവാകത്ത് കാണും. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റോടെ തീ കുറച്ചങ്ങിട്ട് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് കേക്ക് നമ്മുടെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ബാറ്റർ തന്നെ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതിയാവും. ചുമ്മാ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഇടുന്നില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇപ്പൊ തീ ഫുൾ തീയിലാണ് ഞാൻ വെച്ചത്, അതുകൊണ്ടാണ് 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കേക്ക് റെഡിയായി. ഇനി തീ ഒന്ന് കുറച്ചിടുകയാണ് 10 മിനിറ്റത്തേക്ക്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ 4 വശവും ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം. പിന്നെ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചട്ടുവത്തിനൊന്ന് തിക്കി കൊടുത്താൽ എളുപ്പം തന്നെ കേക്ക് ഇളകി വരും. ബട്ടർ പേപ്പർ ഒന്നും വെച്ചില്ലെങ്കിലും അടിക്കത് പിടിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ തവ അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണല്ലോ ചെറിയ വെക്കുന്നത്. നീ കേക്ക് മുറിച്ച് കാണിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒട്ടും ചെലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കുമാണിത്. എല്ലാവരും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. വളരെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കുറച്ചുണ്ടാക്കുന്ന കേക്കാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും.